സാറേ കേസിന്റെ അന്വേഷണമൊക്കെ എന്തായി? കില്ലർ നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. എന്തായാലും അവൻ നമ്മുടെ കയ്യിലേക്ക് വരും. സാറേ എനിക്ക് സംശയം ആ ജോലിക്കാരനെയാണ്, ആ ബാസിയെ. എന്താ കാരണം? സാറേ അവൻ കുറച്ച് അത്യാവശ്യം കടക്കാരനാണ്. അതിടയ്ക്ക് പൈസയൊക്കെ സാറിനോട് ചോദിക്കാറുണ്ട്. പക്ഷെ പുള്ളി കൊടുക്കാറൊന്നുമില്ല. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ് സാറേ. പുള്ളിയുടെ അടുത്തുനിന്ന് കിട്ടാത്തപ്പോൾ അവനോട് ചോദിക്കാറുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇപ്പൊ സാറിന്റെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാശൊക്കെ കിട്ടിയ കേസ് അവൻ അറിയാം സാറേ. ഇനി അവനെങ്ങാനും മുറിയിന്ന് ബാസിന്ന് എഴുതിയ പേപ്പറും കുറച്ച് കാശും കിട്ടിയിട്ടുണ്ട്. എങ്കിൽ സാറേ അത് അവനാണ് ചാൻസ് കൂടുതൽ. കാരണം അവൻ പൈസ വയ്ക്കുമ്പോഴൊന്നും സാറ് കൊടുക്കാറില്ല. പിന്നെ അങ്ങേരുടെ അടുത്ത് ഒരു പ്രത്യേക സ്വഭാവമാണ് സാറേ. പുള്ളിയുടെ ഭാര്യയും മോനും പോലും തിരിഞ്ഞു നോക്കിയില്ല. സാറിനറിയാലോ, നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ആളില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്താണ് സാറേ അർത്ഥം? സാറിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, അനാഥ പ്രേതം കണക്ക് പോയില്ലേ സാറ്. സാറേ അപ്പം ശരി സാറേ, എന്നാ ഞാൻ പോട്ടെ സാറേ. ഓക്കെ സാർ. ചില സമയത്ത് കാട്ടുപോത്തിന്റെ സ്വഭാവമായിരിക്കുള്ളൂ. അമ്പനും വെല്ലുവിലും എടുക്കില്ലായിരുന്നു. ഒരിക്കലും ഒരു കഞ്ചാവ് കേസിലെ പ്രതിനെ വിട്ടയക്കണമെന്നും പറഞ്ഞ് ഒരു സഖാവ് സാറിനെ വിളിച്ചു പറഞ്ഞു. സാറ് അതിൻ്റെ ദേഷ്യത്തിൽ അവനൊരു 2 അടി കൂടുതലും കൊടുത്ത് നേരം വിളിക്കണവരെ സ്റ്റേഷനിൽ നിർത്തി. കള്ളു കുടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെ കൊച്ചു കുട്ടികളുടെ പോലെ ശരിക്കും ഒറ്റപ്പെട്ടതിൻ്റെയൊക്കെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സങ്കടം മോനെ കാണാൻ പറ്റാത്തതിലായിരുന്നു. തനിക്കാരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ സർവീസിലിരിക്കുമ്പോൾ ഇടിക്കുള്ള സാർ ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്. ഇനി അവരാരെങ്കിലും ചെയ്ത പണിയാണെന്നുള്ളതാണ്. സാർ, ഇതിലെ ഹാൻഡ് റൈറ്റിംഗ് ഇടിക്കുള്ള സാറിന്റെ, ഭാസിയുടെ ഇടിക്കുള്ള സാറിന്റെയും ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെന്റ് ആണ് എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. അപ്പോൾ ഇടിക്കുളൊക്കെ ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടല്ലേ സർ? നമുക്ക് പണി കൂടും. അതെ സർ. ഓക്കെ, അപ്പോൾ ഭാസി പോക്കോ. ശരി സാറേ. ഈ കാശ് തനിക്കുള്ളത് തന്നെയാണ്. പക്ഷെ കോടതിയിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുവരെ ഒന്ന് കാത്തിരിക്കണം. ഇന്ന് പൊക്കോട്ടെ സാറേ. നീ എന്തായാലും ഒന്ന് ചാടിയേ പറ്റുള്ളൂ കേട്ടോ. നമുക്കേ ലുലു മോളിലൊക്കെ ഒന്ന് അടിച്ച് കറങ്ങി. എന്താ പറയണേ പറ. നീ എന്തായാലും ചാട്, അതൊക്കെ നമുക്ക് നോക്കാന്നേ. ഇതവനല്ലേ? ഇറങ്ങോ? വാ, നീ പേടിക്കൊന്നും വേണ്ടെന്നേ. ജോഷി വന്നേ, നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. വാ. അയ്യോ സാറേ, വാടാ. സാറേ സാറേ ഞാനൊന്നും ചെയ്യില്ല സാറേ. സാറേ സാറേ എന്താ സാറേ? സാറേ കേറിയിരിക്കണം, കാര്യം പറയണം സാർ. സാർ സർ, ഇടിക്കുള്ള സാറിന്റെ ഫോൺ കോൾസിന്റെ സൈബർ സെല്ലിൽ നിന്നുള്ള ലിസ്റ്റാ. എനി ഫ്രീക്വന്റ് കോൾസ്? യെസ് സർ, ഒരു നമ്പറിലേക്ക് ഫ്രീക്വന്റ് ആയിട്ട് കോൾസ് പോയിട്ടുണ്ട്. ഒരു മിസ് യാമിനി. മിസ്സോ മിസ്സിസോ, ഈ ഇടിക്കുള്ള ആള് മോശമില്ലല്ലോ. സർ, ഈ ജോഷിയുടെ കാര്യം? അവനൊന്നും അല്ലെന്ന്, ആ വക്കീലിന് വട്ടാണ്. ഹലോ ഹലോ മിസ്റ്റർ ലാൽ മോഹൻ, ആർ യു ദേർ? എന്താ സാർ? അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്. ഡു യു ഹാവ് എനി ആൻസർ? നിങ്ങൾ അവിടെ എന്ത് മലമറിക്കുകയാണ്? കം ഓൺ, ആൻസർ മീ. വി ആർ ട്രൈയിങ് സർ. ഗോ ടു ഹെൽ വിത്ത് യുവർ യൂഷ്വൽ ഡ്രാമ. ട്രൈയിങ് സർ. ഐ വിൽ ഗിവ് യു 1 week ടൈം. എന്നിട്ടും പതിവ് പല്ലവിയാണെങ്കിൽ യു വിൽ ബി കിക്ക്ഡ് ഔട്ട് ഫ്രം ദിസ് കേസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോറി സർ.
എനി ബാഡ് ന്യൂസ്? സോറി, ഐ വാസ് ലിറ്റിൽ ഡിസ്റ്റർബ്ഡ്. ദാറ്റ്സ് ഓക്കെ സർ. ഇടിക്കുള്ള സാറിന്റെ വൈഫിന്റെ മകനെ ഞാൻ വിളിച്ചിരുന്നു. മരണം നടക്കുന്ന സമയത്ത് അവർ കുളു മനാലിയിലായിരുന്നു. അതിന്റെ ട്രാവൽ ഡോക്യുമെന്റ്സും ഫോട്ടോസും ഒക്കെ അവരെനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഓ, അപ്പോൾ അവർ നമ്മളെ തോപ്പിച്ചല്ലേ? ഓക്കെ, യു ക്യാൻ ഗോ. താങ്ക് യു സർ. ഹലോ, ഇടുക്കി സെന്റ് തോമസ് കോളേജിൽ 2013 ബാച്ചിൽ ഒരു ഇടങ്കയ്യൻ സ്പിന്നർ ഉണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങൾ ഈ കോളേജ് ജയിക്കാൻ കാരണം ഈ ലെഫ്റ്റ് ഹാൻഡ് ബൗളറാണ്. ഒരുപക്ഷെ അയാളെ തനിക്ക് അറിയാൻ പറ്റുമായിരിക്കും. ജീവ വാസുദേവ്. ദാറ്റ് മീൻസ് യു. ആം ഐ റൈറ്റ്? എന്നാലും തനിക്ക് ഇടിക്കുള്ളതിനോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താ? എന്തെങ്കിലും ഒരു വഴക്കിൻ്റെയോ ഈഗോൻ്റെ പുറത്ത് താൻ ഈ പണിയില്ലെന്ന് എനിക്കറിയാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ടെങ്കിൽ വേണ്ട. സർ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ? എന്റെ പെങ്ങളെ നശിപ്പിച്ചവനെ ഈ കൈകൊണ്ട് കൊല്ലണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ നടന്നില്ല. തൻ്റെ സിസ്റ്ററും ഇടിക്കുളയും തമ്മിൽ അതൊരു കഥയാണ് സർ. മനിയ, ഇതൊരു ആത്മഹത്യയല്ല. ഇടിക്കുള വാർഡനെ കൊണ്ട് ചെയ്യിപ്പിച്ച പണിയാ. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പൊ ഇതാ ഇടിക്കുളയുടെ പണിയാ. കൊല്ലണോ അയാളെ? എന്നെ മാത്രമല്ല സർ, എന്റെ കുടുംബം മുഴുവൻ ആ പട്ടി. കൂൾ ഡൗൺ മാൻ, കൂൾ ഡൗൺ. നിരപരാധികളായ എത്ര പേരെയാണ് സാർ അയാൾ കൊന്നൊടുക്കിയത്? എന്തിനാ സാർ ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എനിക്കറിയാം ജീവനിൻ്റെ വിഷമം. ഇനി നമ്മൾ കാണുന്നത് ജയിലിന് പുറത്തായിരിക്കും. ആ ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. എനിക്കാരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല സാറേ. ജീവിതത്തിൽ ചിലരെങ്കിലും വിശ്വസിക്കേണ്ട ജീവ. ശരി കാണും. ഹലോ സാർ. ആ, എന്താ ചേർത്തെ? സാർ, ആ പെമ്പിള്ളേര് നമ്മൾ വിചാരിച്ചതുപോലെ നല്ല സാർ. ആ, എന്ത് പറ്റി? സാർ, ഞാൻ അവരെ കുറിച്ച് ടെക്നോ പാർക്കിൽ അന്വേഷിച്ചു. അവിടെ അവർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞ കമ്പനിയിലും തിരക്കി. അവർ 4 പേരും അവിടെ വർക്ക് ചെയ്യുന്നില്ല സാർ. യു മീൻ മനിയുടെയും ഫ്രണ്ട്സിന്റെയും ഐഡന്റിറ്റി ഫേക്ക് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതെ സാർ. ആർ യു ഷുവർ? അബ്സല്യൂട്ട്ലി സാർ. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടാണ് സാറിനെ വിളിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. എക്സ്ക്യൂസ് മീ, പോലീസ്. സാർ, എനിക്ക് ജനുവരി 10 നൈറ്റിലുള്ള CCTV ഫുട്ടേജ് ഒന്ന് കാണണം. കാണാം സാർ, കാണാം. ഓക്കെ. രാത്രി 8 മണിക്ക് ശേഷമുള്ള ഫുട്ടേജ് ഒന്ന് കാണിച്ചേ. നോക്കാം സാർ. ആ, സ്റ്റോപ്പ്. ആ 2 പേരൊന്ന് സൂം ചെയ്ത് കാണിച്ചേ. ശരി സാർ. സൂം ചെയ്. തിയേറ്ററിന്റെ ഉള്ളിലുള്ള ഫുട്ടേജ് ഒന്ന് കാണിച്ചേ. സാർ, ഷീ വാസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. അതൊരു സൂയിസൈഡ് ആണെന്നാ ഞാൻ കേട്ടത്. ആസ് പെർ പോലീസ് റെക്കോർഡ് അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള റിയൽ ഫാക്ടിൻ്റെ അന്വേഷണത്തിലാണ് ഞാൻ. ഇത്രയും ടാലൻ്റ് ഉള്ള, ഇത്രയും നല്ല ക്യാരക്ടറുള്ള ഒരു കുട്ടി പെട്ടെന്ന് ഡ്രഗ് യൂസ് ചെയ്യുക, പിന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുക, ജയിലിനകത്ത് സൂയിസൈഡ് ചെയ്യുക, മൊത്തത്തിലൊരു മിസ്മാച്ച്. അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. അവളുടെ ലൈഫിൽ അവൾ ഡ്രഗ് യൂസ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. എന്തോ ഒന്ന് അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതാണ് എനിക്കും അറിയേണ്ടത്, എന്താ സംഭവിച്ചതെന്ന്. മേഘയ്ക്ക് സംഭവിച്ചെന്താ, അതാണ് എനിക്കറിയേണ്ടത്. മേഘ ഒരു ഡ്രഗ് അഡിക്റ്റ് ഒന്നും ആയിരുന്നില്ല. അവളെ ആരോ മനഃപൂർവ്വം കുടിക്കിയതാ. മേഘയ്ക്ക് ശത്രുക്കളാരെങ്കിലും, തനിക്കാരെങ്കിലും സംശയമുണ്ടോ?
അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല സർ. പക്ഷെ മേഘയോട് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നത് ഒരേ ഒരാൾക്കാ. ദാറ്റ് ഐ എം ഷുവർ. അതാര്? അത് രുദ്ര. മൂന്നാറിലെ സ്പോർട്സ് അക്കാഡമിയിൽ ഒരു മേഘനെ അറിയില്ലേ? ഇല്ല, ഐ മീൻ അറിയാം. നിങ്ങളൊരു ബാച്ചിലായിരുന്നില്ലേ? അതെ. Then? പിന്നൊന്നുമില്ല. മേഘ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു. പോലീസ് അത് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ then she committed suicide. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നല്ല ട്രാക്ക് റെക്കോർഡുള്ള മേഘ നാഷണൽ ഗെയിംസിന് വെറും ഒരാഴ്ചയുള്ളപ്പോഴാണ് മയക്കുമരുന്ന് കേസിന് അറസ്റ്റിലാവുന്നത്. അവളെ അന്ന് അറസ്റ്റ് ചെയ്യുന്നത് അന്നത്തെ CI ആയിട്ടുള്ള സൈമൺ ഇടികുള. ഈ അറസ്റ്റിന് മുൻപും അതിനുശേഷവും 22 തവണയാണ് താങ്കളുടെ പിതാവ് ഗണേശ് ശങ്കറും ഈ സൈമൺ ഇടുകളെയും തമ്മിൽ ഫോണിൽ വിളിച്ചിട്ടുള്ളത്. ഈ ബാറിലും ക്ലബിലുമായിട്ടുള്ള മീറ്റിങ്ങുകൾ വേറെ. മേഘ മരിച്ചെന്ന് രാത്രി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ ഗണേശ് ശങ്കർ ഈ ഇടിക്കളയെ കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത്. ഈ CCTV വിഷ്വൽസും ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഗണേശ് ശങ്കറിന് ഇടിക്കലിനോട് പ്രേമം മൂത്തിട്ടൊന്നുമല്ല ഹഗ് ചെയ്തതെന്ന്. അങ്ങനെയൊന്നും ഇല്ല സർ. മൈ ഫാദർ ഈസ് ഇന്നസെന്റ്. ഷൂട്ടിംഗ് റേഞ്ചിൽ താൻ ഫയർ ചെയ്യാൻ മേടിക്കുക, പക്ഷേ നോണ പറയാൻ അത്രയും പോരാ. ഇത്രയും നേരം ഞാനൊരു ജെന്റിൽമാനായിരുന്നു. ഇനി കാക്കിയുടെ തനി സ്വഭാവം എന്നെ കൊണ്ടെടുപ്പിക്കരുത്. ഐ നോ യു ആർ എ ഗുഡ് ഗേൾ. ഈ മുഖം കണ്ടറിയാം തനിക്ക് എന്തൊക്കെയോ തുറന്നു പറയാനുണ്ടെന്ന്. പോലീസിനോടുള്ള കാര്യം തുറന്നു പറഞ്ഞ തന്നെ മാപ്പ് സാക്ഷിയെങ്കിലും ആക്കാം. എനിക്ക് മേഘയുടെ അസൂയ ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്. അതൊരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ശത്രുത. താങ്ക് യു രുദ്ര. താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചിലപ്പോൾ ഒന്ന് കാണേണ്ടി വരും. ഓക്കെ സർ. ഇതാരാ? ഞാനും മേഘയും. ഇയാളെ മനസ്സിലായി. ബാക്കി രണ്ടുപേര്? അത് ലയയും ശീതളുവാ. ഞങ്ങൾ മേഘയുടെ ബാച്ചിലെ ഷൂട്ടേഴ്സാ.